എന്താ ടയർ പൊട്ടിയ? എന്താടാ കുഴങ്ങന്മാരെ? ആ എന്താ ചേട്ടാ? എന്താ സുധാര? ഞാൻ എന്ത് തെറ്റി ചെയ്തിട്ടാ മുതലാളി എന്നോട് കൊലച്ചത് ചെയ്ത്? അവളെ കുറിച്ച് നേരാമണ്ണം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മുതലാളി എന്റെ കഴുത്തിൽ കുരുക്കിട്ടത്. സുധാര കൈയെടുക്ക്, ആരെങ്കിലും കാണും. കാണട്ടെ, എല്ലാവരും കാണട്ടെ. ഒന്ന് പോടോ. സത്യത്തിൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല സുധാകര. അവൾക്ക് തന്റെ ഇടത്തിൽ കൂടുതലാ, അതാ പ്രശ്നമായത്. മുതലാളി ഒന്നും പറയണ്ട. എന്നെ വടക്കേന്ത്യയിൽ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് തട്ട്, ശമ്പളം ഇല്ലെങ്കിൽ വേണ്ട, പിച്ച തെണ്ടിങ്ങിന് ഞാൻ അവിടെ ജീവിച്ചോളാം. മുതലാളി തന്നെയല്ലേ എനിക്ക് സ്വർഗരാജ്യം ഉണ്ടാക്കി തന്നത്. അതിപ്പോ താഴെറക്കി വയ്ക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ. നിന്റേത് സ്വർഗരാജ്യാണെങ്കിൽ എന്റേത് പരദീസിടാ മോനെ. ഭാര്യയ്ക്ക് ഭ്രാന്ത് വരാം, അത് സാരില്ല. പക്ഷെ സംശയം വരരുത്. സംശയം വന്നാ അത് ഭ്രാന്തെന്നായ പിന്നെ ഒരു ഭ്രാന്തെന്നായ കടിച്ച പോലെ. മുതലാളി ഒരുപാട് ചുറ്റി കളിക്കണ്ട. എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം എന്തായിന്ന്? ട്രാൻസ്ഫർ വലിയൊരു തേങ്ങയില്ല. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടുത്തെ കച്ചവടം പൂട്ടുന്നത് നല്ലത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം മുതലാളി പറയുന്നത്? സഹി കെട്ടെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കടാ. എന്താ പറയുന്നത് നമുക്ക് കാണാലോ. എന്തേ? അത് ഞാൻ ഏറ്റു. പക്ഷെ പൊട്ടിച്ചിട്ട് അവളുടെ തള്ള ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയല്ലോ. തള്ളേനെ ചെറുവിൽ നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ പൊട്ടിക്കുന്ന കാര്യം ഞാനും ഏറ്റു. ഏറ്റല്ലോ? ആ തള്ളിങ്ങോട്ട് പറ്റേ. ആ സുധാകരൻ ഇന്ന് നേരത്തെയാണല്ലോ. ഞാനിപ്പോ മനസ്സ് വിചാരിച്ചതേ ഉള്ളൂ. അമ്മേ. എന്തിനടി കൊല്ലാനോ? അമ്മേ, സുധാകരേട്ടൻ വന്നു. സാധാരണ വരുന്നതിലും നേരത്തെയാ. ഇന്നെങ്കിലും ഒന്ന് നേരത്തെ വന്നല്ലോ അല്ലേ അമ്മേ? അമ്മേ, ഇന്നത്തെ അവിയല് ഞാനാ വെച്ചെന്ന് അമ്മ പറയണ്ട. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ അമ്മ വെച്ചാന്ന് ഞാൻ പറയും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഭാവം മിണ്ടണ്ട. ഞാൻ വെള്ളം കൊടുത്തിട്ട് വരട്ടെ. ഒന്നും ഉണ്ടായിട്ട് പറയല്ല. ആ വർത്തമാനത്തിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ ചിന്നമ്മളും അമ്മേ. ഒരലി കിടക്കുന്ന അരി ഇടിച്ചാ പോരെ പുഷ്കലാക്ഷി? നിനക്ക് പുറത്ത് നിൽക്കുന്ന മനുഷ്യരെ ഇടിക്കണോ? ഞാൻ ഇത്തിരി സ്നേഹം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാ അതും കുറ്റം. അണ്ടിയോട് അടുക്കുമ്പോഴേ മതി. അവര് സ്നേഹത്തോടെ കഴിയുന്നത് കാണാൻ തന്നെയാ ചിന്നമ്മളും അമ്മേ എന്റെ മോഹം. കഴിയും. ഹൃദയമാര് നല്ലോളാ. എല്ലാവർക്കും ദൈവം അകത്തെ ഹൃദയം വെച്ചു കൊടുക്കും. ഇവളുടെ ഹൃദയം പുറത്താ. ആർക്കും എപ്പോ വേണമെങ്കിലും തുറന്നു നോക്കാം. അതിനകത്ത് നിറച്ച സ്നേഹ. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിട്ട് സുധാകരനൊന്ന് വന്നു കിട്ടാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. ഒരു പണിയും ചെയ്യാനില്ലാഞ്ഞിട്ട് ഞാൻ അച്ഛന്റെ പഴയ 1-2 കൈരേഖ പുസ്തകങ്ങൾ എടുത്ത് മറിച്ചു നോക്കി. ഒരക്ഷരവും മനസ്സിലാവില്ല. അതെ, ഈ അച്ഛൻ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത്? 1946 ഒരു ചുഴലി കൊടുങ്കാറ്റുണ്ടായി. അതിൽ പെട്ട അച്ഛനൊന്ന് വട്ടം കറങ്ങിയതാ. അതോടെ മെലിഞ്ഞു. ഈ സുധാകരന്റെ ഒരു തമാശ. ഇതെങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയാൻ കഴിയുന്നേ? കോമഡി എന്റെ വീക്ക്നെസ്. മനസ്സിലാവുന്നുണ്ട്. ഇന്നെന്താ ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ പോണ്ടേ? വേണ്ട, ഇന്ന് ചില വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുത്ത് ലീവ് എഴുതി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ട ആവശ്യം വന്നില്ല, അതുകൊണ്ടൊന്ന് ഉറങ്ങാൻ പോവാ. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വീട് വരെ പൊയ്ക്കൂടെ? ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ട് എത്ര കാലായി. കൊണ്ടുവന്ന് പറയൂ പ്ലീസ്. ചേട്ടാ, ഞാനിന്ന് ആരെയാണോ കണി കണ്ടത്? എന്തേ നീ അങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല, എന്നും അവനെ തന്നെ കണി കാണല്ലോ എന്ന് വെച്ചാ. ഹൃദയകുമാരിക്ക് നല്ല മാറ്റം ഉണ്ടമ്മേ. ഞങ്ങൾ അവളുടെ വീട് വരെ ഒന്ന് പോയിട്ട്. സുധാകരേട്ടൻ ആ കറുത്ത പാന്റും ക്രീം കളർ ഷർട്ട് ഇടുന്നതാണ് നല്ലത്. പക്ഷെ അതിവിടെ കാണുന്നില്ലല്ലോ. അതാ കറുത്ത വെട്ടിയിലെ വെച്ചിരിക്കുന്നത്. അപ്പുറത്ത് നോക്ക്. ഇതിനകത്ത് ആരാ റോസപ്പൂക്കൾ കൊണ്ട് വെച്ചിരിക്കണേ? എല്ലാം ഉണങ്ങിയതാണല്ലോ. ഇതിലെങ്ങുമില്ല. എന്തിനാ ചിരിക്കണേ? കറുത്ത പാന്റും ക്രീം കളർ ഷർട്ടും അല്ലേ?
വെച്ചിരിക്കാനിരിക്കണേ? അത് ഈ പെട്ടിയിലല്ല, അത് ദാ ആ അറയില. മാറങ്ങോട്ട്. അയ്യോ, കറുത്ത പാന്റും ക്രീം കളർ ഷർട്ടും അല്ലേ? ആ. അയ്യോ, നീ ഇപ്പൊ പുറത്താണോ? നീ ഇവിടെ തപ്പ, ഞാൻ പുറത്ത് തപ്പാ. ആഹാ, കുഞ്ഞിന്റെ ഫോട്ടോ ആണല്ലോ. ഈ സുധാകരൻ എന്തായി കാണിക്കണേ? ഒന്നുമില്ല, ഇവിടുന്ന് നിന്നെ കണ്ടപ്പോ ദാ ഇങ്ങനെ ഇങ്ങനെ തൊടാൻ തോന്നി. അയ്യേ സുധാരേട്ടൻ. പിന്നെ നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെ നല്ല കാറ്റാ. നീ ഇങ്ങോട്ട് വന്നാലേ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം, വാ. അവിടെ എന്താ ഉള്ളത്? ഞാൻ ചെറുപ്പത്തിലെ നട്ടൊരു ചെടിയില്ലേ, അതിപ്പോ വലിയ മര. ഓ, ഉം. എത്ര വലിപ്പുണ്ടാവും? നീ ആദ്യം കല്ലെറിഞ്ഞില്ലേ ഒരു മാവ്, അതിനേക്കാ വലിയ മാവ്. ഓ, ആ. ഞാൻ ഇപ്പൊ വരാട്ടോ. അയ്യോ, അമ്മേ, അമ്മ വന്നോ സുധാരത്തിന്റെ ആദ്യത്തെ മരം കാണാൻ? സുധാകരന്റെ ആദ്യത്തെ മരം. അയ്യോ, സുധാരേട്ടാ, സുധാരേട്ടാ, നമ്മളെന്താ കള്ളനും പോലീസും കളിക്കുക? മരം എവിടെ? മരം ദാ ആ തെക്കേ കണ്ടത്തിന്റെ അറ്റത്തൊരു നീല മരം കണ്ടില്ലേ? നീല മരം. നിങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണേ? വെറുതെ, വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് വേറെ ഒരുത്തിയായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്? ആരാണിവൾ? സത്യം പറ, ആരാ ഈ മൂഷേട്ടാ? ഇവള് പണ്ട് എന്റെ ഫ്രണ്ടായിരുന്നു. ഫ്രണ്ടാണോ ഇവളോ? എന്നിട്ടാണോ ഇങ്ങനെ ചേർന്ന് നിന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തിരിക്കുന്നത്? ചേർന്ന് നിന്നിട്ടല്ലേ ഉള്ളൂ, കെട്ടിപ്പിടിച്ചു നീ കള്ളം പറയൊന്നും വേണ്ട. കണ്ണിന് നേരെ കണ്ടത് കള്ളമാണോ? ആ പെണ്ണ് തന്ന പൂക്കളല്ലേ ഈ പെട്ടി നിറച്ച് ഉണയം കിടക്കുന്നത്? ഈ ഫോട്ടോ മറിക്കാൻ വേണ്ടിയില്ലേ നിങ്ങൾ ഇത്രയും നേരം കള്ളക്കളി കഴിച്ചത്? നീജ, ദുഷ്ട, മഹാബലി. ദേ, എന്നെ തൊട്ടാ ഞാൻ കൈ കടിച്ചു മുറിക്കും, പറഞ്ഞേക്കാം. ദുഷ്ടൻ, കൊടുംചതിയൻ. ഇവിടെ പുനരിച്ച് നടക്കുമ്പോഴല്ലേ നിങ്ങൾ എന്റെ കഴുത്ത് താലി കെട്ടിയത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇങ്ങനെ തെമ്മാടിത്തരം വിളിച്ചു പറയാൻ മാത്രം ഒരു തെറ്റും ഈ ഫോട്ടോയിലില്ല. ഞാനിതൊക്കെ എന്നോ ചീന്തി എറിഞ്ഞതാ. നീ ഇത് കുറെ കഷ്ണങ്ങളാക്കിയെന്നല്ലാതെ ഒരു ചുക്കും ചെയ്തിട്ടില്ല. അന്തസ്സില്ലാത്ത മനുഷ്യൻ. ആണാണെന്ന് വെച്ച് ഒരു പെണ്ണിനെ താലി കെട്ടി ചതിക്കുന്നതിലും വേണം ഒരു അന്തസ്. ഞാൻ ഇത്രയും നാളും കെട്ടിപ്പിടിച്ചത് വേറൊരു പെണ്ണിന്റെ വിയർപ്പ് നാർന്ന ഈ മനുഷ്യനെ ആയിരുന്നല്ലോ എന്റെ ദൈവമേ. നീ വലിയ പോടാ പട്ടി. പരിക്കൊന്നുമില്ലല്ലോ. ഞാൻ കണ്ണൂരിന് ക്യാമ്പിന് പോകുന്ന വഴി ഇവിടെ ഒന്ന് കയറിയതാ. വന്നതുകൊണ്ട് ഇത്രയും പുരോഗതി ഈ വീട്ടിലുണ്ടെന്നറിയാൻ കഴിഞ്ഞല്ലോ. അവള് പറഞ്ഞത് ഞാനും കേട്ടു. ഒന്ന് നന്നായി വിയർത്താൽ കഴുകി പോകാവുന്നതേ ഉള്ളൂ. അത് നീ കാര്യമാക്കണ്ട. സുധാര, അന്റെ ഈ കിടപ്പ് കാണുമ്പോ ഞമ്മക്കൊക്കെ വിഷമുണ്ട്. എനിക്ക് മോനെ, എല്ലാറ്റിനും ഒരു വഴിയുണ്ട്. ഇതൊഴിച്ച് എല്ലാറ്റിനും ഒരു വഴിയുണ്ട്, അല്ലാതെ ഇതിന് വേറെ വഴിയില്ല കോയക്ക. എല്ലാറ്റിനും കാരണം ശിവരാമന് ലോട്ടറി ടിക്കറ്റ് എടുത്ത. ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത തെറിയാണ് ശിവരാമ ഞാൻ അവളുടെ വായിന്ന് കേട്ടത്. ഓ, ആ സമയത്ത് എന്റെ കയ്യിലൊരു തോക്കെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ കഷ്ണം കഷ്ണമാക്കിയാണ്. കഷ്ണം കഷ്ണമാക്കാൻ കത്തി വേണം, തോക്കുണ്ടെങ്കിൽ വെടിവെച്ചിടാം. പറയുന്ന കേട്ടാ തോന്നുന്നു ഇതൊക്കെ എളുപ്പമാണ്. മാരകായുധങ്ങൾ ഒന്നിനും ഒരു പരിഹാരമല്ല. അതൊക്കെ രാഷ്ട്രീയത്തില്. ഇത് ജീവിതമാണ്. അത് അവൾക്ക് മനസ്സിലാവുന്ന ഒരു സമയം വരും. അതുവരെ നീ ക്ഷമിക്ക്. മിക്കവാറും അതിനു മുമ്പ് എന്റെ 46-ാം അടിയന്തരം കഴിയും. ഞാൻ ചത്തു കഴിഞ്ഞിട്ട് അവള് നന്നായിട്ട് എനിക്കെന്താ കാര്യം? പ്രണയം എന്ന് പറയുന്നത് സാധാരണയല്ലേ? വിവാഹത്തിന് മുമ്പ് രമണിയെ സ്നേഹിച്ചതിന് വിവാഹത്തിന് ശേഷം ഹൃദയവുമായി ചൂടായിട്ട് എന്താ കാര്യം? അങ്ങനെ ചൂടാവുന്നതുകൊണ്ടല്ലേ ശിവരാമ അവളെ ഹൃദയവുമായി എന്ന് വിളിക്കുന്നത്? നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? നീ അങ്ങോട്ട് ചെല്ല്. അവൾ ആദ്യം മാങ്ങക്കറിനെ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ.
അതുകൊണ്ട് അടുത്ത ഏറ് നിന്റെ തലക്കെട്ടായിരിക്കും. അത് കൊള്ളാണോ?